പാലക്കാടിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഇത്തവണ നിർണായക പോരാട്ടമാണ്. കാരണം ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിച്ച രാഷ്ട്രീയ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് തെളിയിക്കുക അവരുടെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. BJP നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം നടത്തുന്ന പാലക്കാട് വിജയം ഷാഫിയുടെ വ്യക്തിപ്രഭാവത്തിൽ മാത്രമായിരുന്നു എന്നൊരു വിഷയം കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട്. അവിടെയാണ് ആരാണ് സ്ഥാനാർത്ഥി എന്ന ചോദ്യം കോൺഗ്രസിൽ ഉയരുന്നത്. ഡാൻ കുര്യൻ, പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തെ അവർ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ട സ്വദേശിയാണ്. അദ്ദേഹം പാലക്കാടുമായി കാര്യമായ ബന്ധമുള്ളയാളല്ല. പക്ഷേ ഒരു സംസ്ഥാന ഫിഗറാണ്. അങ്ങനെ ഒരാൾ തന്നെയാണോ അവിടെ സാധ്യത കൂടുതൽ എന്നതാണോ കോൺഗ്രസിന്റെ വിലയിരുത്തൽ? പ്രധാനമായി സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് UDF അനുകൂലമായ ഒരു രാഷ്ട്രീയ കാറ്റ് വീശുന്നുണ്ട് എന്ന പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. അതിനൊപ്പമാണ് വടകരയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് നേതൃത്വം ഷാഫി പറമ്പിലിന് നിർദ്ദേശം നൽകുന്ന സമയത്ത് തന്നെ ഷാഫി മുമ്പോട്ട് വെക്കുന്ന ഏത് ഡിമാൻഡും അതിനുവേണ്ടി അംഗീകരിക്കും എന്നൊരു കാര്യം കൂടി ഹൈക്കമാൻഡ് നേതൃത്വം മുമ്പോട്ട് വെച്ചിരുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മുമ്പോട്ട് വെക്കുന്ന പേരിന് തന്നെ മുൻതൂക്കം ലഭിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവന്നത്. അവിടെയാണ് ഷാഫിയുടെ വിശ്വസ്തനായ നിലവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിക്കണമെന്ന നിലപാടിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ KPCC അധ്യക്ഷൻ മാത്രം പരസ്യമായ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുവെന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കാൻ ഏറെക്കുറെ അങ്ങ് ഉറപ്പിക്കുന്ന ഒരു പശ്ചാത്തലം വരുമ്പോൾ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഇടപെടലുകളാണ് ഇനി നിർണായകമായി മാറാൻ പോകുന്നത്. അതിനെ KPCC നേതൃത്വം എങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്നതാണ് ശ്രദ്ധേയം. പ്രാദേശികമായി പിൻബലമുള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലാണ് DCC അധ്യക്ഷനും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പാലക്കാട്. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിൽ അവരെ പിണക്കിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക എന്ന് പറയുന്നത് ജയസാധ്യതയെ ബാധിക്കുമെന്നൊരു പൊതുവെയുള്ള വിലയിരുത്തലുണ്ട്. അതോടൊപ്പം നിർണായകമായി മാറാൻ പോകുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്തിലെ വോട്ടുകളായിരിക്കുമെന്ന പൊതുവിലയിരുത്തലുണ്ട്. സ്വാഭാവികമായി കണ്ണാടി പഞ്ചായത്തിനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ ഏതൊരു സ്ഥാനാർത്ഥിക്കും. ആ പശ്ചാത്തലത്തിൽ നിലവിൽ CPM-നുള്ളിൽ കണ്ണാടി പഞ്ചായത്തിൽ വിഭാഗീയതകൾ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. എന്തായാലും BJP ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അവിടെ നടത്തിയത്. സ്വാഭാവികമായി വലിയ തരത്തിൽ UDF-ന്റെ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിന് ഇടതു വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ആ പോരാട്ടത്തിനൊടുവിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും അതേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുമ്പോൾ ഷാഫിക്കുണ്ടായിരുന്ന വ്യക്തിപ്രഭാവം രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് കാഴ്ചവെക്കാൻ കഴിയുമോ? അതോടൊപ്പം പ്രാദേശികമായ പിന്തുണ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് നേതാക്കളെയും മുതിർന്ന നേതാക്കളെയും പ്രാദേശിക നേതൃത്വത്തെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുമോ? ഇതായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയസാധ്യത നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം. എന്തായാലും DCC നേതൃത്വത്തിന്റെ അടക്കം ഇങ്ങനെയുള്ള ഒരു ഭിന്നാഭിപ്രായം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ KPCC നേതൃത്വം വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുകയുള്ളൂ. ഹൈക്കമാൻഡിന്റെ കൂടി പിന്തുണയോടെ മാത്രമേ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ചേലക്കരയിലേക്ക് കൃത്യമായി രമ്യ ഹരിദാസിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഡാനിലേക്കും അരുണിലേക്കും വരിക, നിങ്ങൾ തുടരുക. എന്താണ് പാലക്കാടിന്റെ രാഷ്ട്രീയത്തെ നിർണായകമാക്കുക?